വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സാറ്റർഡേ ആണ്, ആലോചിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ സാറ്റർഡേ ആയിട്ട് നമ്മളിന്ന് വിചാരിച്ചു പുറത്ത് പോയി നമ്മൾ രാമൻ ട്രൈ ചെയ്യാമെന്ന്. കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറേ നാളായിട്ട് രാമൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ട്രൈ ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ഈ ട്രൈ ചെയ്ത് തന്നെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് വീക്കെൻഡ് ആയിട്ട് ഞങ്ങളൊന്ന് രാമൻ കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു. ഇവിടെ അപ്പോൾ ഞങ്ങളെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ 2 റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തു. ഒന്ന് വാർസോയിലാണ് കേട്ടോ ഇത് നമ്മൾ രാമൻ കഴിക്കാൻ പോകണം. അപ്പോൾ ഒന്ന് ഉക്കി ഇവിടെ വാർസോയിലുള്ളത്, പിന്നെ അവൻ പറഞ്ഞത് യാട്ടാരാമൻ BBQ. അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. നമ്മളിന്ന് പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് ഇതിൽ പറയും. അതെ, അപ്പോൾ നല്ലതാണെങ്കിൽ ഞങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും നല്ലതാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ രാമൻ കഴിച്ചൊന്ന് ട്രൈ ചെയ്യണം എന്ന് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് പോയി ട്രൈ ചെയ്യാം. ഈ 2 സ്ഥലമാണ് ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിചാരിച്ചു യാട്ടാരാമനിൽ പോകാമെന്ന് വിചാരിച്ചു. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്, പക്ഷെ എന്നാലും അപ്പോൾ ഞങ്ങൾ യാട്ടാരാമനിൽ പോയി രാമൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിച്ചു നോക്കിയിട്ട് എന്താണെന്ന് അഭിപ്രായം പറയാം. അങ്ങനെ എന്നിട്ട് വന്നിട്ട് നമുക്ക് ബിഗ് ബോസ് ഒക്കെ കാണാം. അതെ, ഇന്ന് ബിഗ് ബോസിന്റെ ഫൈനലിന്റെ മുന്നേ ദിവസം. അതെ, ഇനി ആകെ ഒരു ദിവസം കൂടെ ഉള്ളു ഫൈനലിന്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. കപ്പ് ജിൻഡോന് തന്നെ കൊടുക്കാം. ഞങ്ങൾ ജിൻഡോ ഫാൻസാണ്. അപ്പോൾ ഇവിടെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ റീലെടുക്കാൻ നിൽക്കായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പോൾ സാധാരണ ഇവിടെ പിള്ളേരൊന്നും വന്ന് നമ്മളോട് അങ്ങനെ ഒന്നും മിണ്ടാറൊന്നുമില്ല. ഇവിടെ കുറെ ദിവസമായി പറയുന്നുണ്ട് ഡാൻസ് റീൽ എടുക്കാൻ. നല്ല മടിയാണ്, നല്ല ചമ്മലാണ് എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ. ഇവൾക്ക് റൂമിലിരുന്ന് എടുക്കാൻ പറ്റില്ല, ഇവൾക്ക് പുറത്ത് പോയി തന്നെ എടുക്കണം. അപ്പൊ എനിക്കാണെങ്കിൽ ആൾക്കാർ നോക്കുമ്പോൾ എനിക്ക് നല്ല ചമ്മലാണ്. അപ്പോ ഇന്ന് അടിച്ചു കയറി അതിന്റെ റീലാണ് എടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ അവിടെ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 2 പിള്ളേർ വന്നിട്ട് എന്ത് ചെയ്യാ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് അവർ ഞങ്ങളെ തന്നെ നോക്കിക്കായിരുന്നു. അപ്പൊ എനിക്ക് നല്ല മടി കയറി, ഇവൾക്കും അപ്പൊ നാണം കയറി. ക്രൗഡിന്റെ അറ്റൻഷൻ നമുക്ക് കിട്ടി തുടങ്ങിയപ്പോൾ ആകെ നാണം. എന്നിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാ ശരി റീല് വേണ്ട, വ്ളോഗ് ആക്കാന്ന്. എന്തെങ്കിലും ഒരു കാര്യം നടക്കട്ടെ. ക്യാബ് വരാറായി. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ എത്തി. ഇത് വരുന്നത് കീനോ ഫെമിനൻ്റെ അടുത്താണ്. ഇത് കണ്ടോ, യാട്ടാരാമൻ BBQ. ഉള്ളോട്ട് കയറി നോക്കട്ടെ, നല്ല വിശപ്പുണ്ട്. ഇവിടുന്ന് നല്ല ഒരു വൈബൊക്കെ ഉള്ളൊരു കഫേ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല, ആദ്യമായിട്ടായതുകൊണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തോ സാറ്റർഡേ ആൻഡ് ഫ്രൈഡേ സ്പെഷ്യലാണ്. വരുമ്പോൾ നോക്കാം എന്തായിരിക്കുന്നു. വന്നു ഗായ്സ്, നമ്മുടെ രാമനെത്തി. നല്ല വിശപ്പുണ്ട്. കുഞ്ഞു, ആർ യു എക്സൈറ്റഡ്? പക്ഷെ ഒരു അമ്മളി പറ്റി. നമ്മൾ വിചാരിച്ചു ഇതിൽ മറ്റേ ഫ്രൈഡ് എഗ് അതായത് ബുൾസൈ ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഇല്ല. ഞങ്ങൾ അഡീഷണൽ ആയിട്ട് പറയാൻ പോയപ്പോൾ അപ്പോഴത്തേക്ക് അവർ ഫുഡും കൊണ്ടുപോവുകയും ചെയ്തു. കുഴപ്പമില്ല, എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണമൊക്കെ ഉണ്ട്. ASMR പോലെ എങ്ങനെയുണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആണോ? അയ്യോ, എനിക്ക് കൊതിയായിട്ട് ഒരു വെറൈറ്റി സംഭവം. അതായത് ഇന്നേ വരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലല്ലോ രാമൻ. സൂപ്പർ. എന്തായാലും ഫസ്റ്റ് ഒരു ഇത് തന്നെ, ഫസ്റ്റ് ഇംപ്രഷൻ. സൂപ്പർ, നല്ല ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെയാണെങ്കിൽ ഫോർക്കും ഇല്ല. അതെ, പോയി ചോദിക്കണം. പക്ഷെ സൂപ്പർ അല്ലേ? ചോപ്സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ അറിയാം. വളർത്താക്കും നമ്മൾ ഫോർക്ക് വാങ്ങേണ്ടി വന്നു. അതെ,
അടിപൊളിയല്ലേ? സംഭവം എങ്ങനെയുണ്ട് റാമൻ? രണ്ടും ഒന്നിനൊന്നിനെ ഇഷ്ടം. പിന്നെ ഭയങ്കര ഹെവിയാണ്. തീർക്കാൻ കുറച്ച് പാടുപെടും. ഞാൻ നല്ല വിശന്നിട്ടാണ് വന്നത്. ബാഡ്മിൻ്റനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശന്നിട്ടാണ് വന്നത്. എന്നിട്ട് തന്നെ തീർക്കാൻ നല്ല പാടുണ്ട്. പക്ഷേ ടേസ്റ്റ് തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി. സജസ്റ്റ് ചെയ്യോ ഇവിടെ വന്ന്? ഓഫ് കോഴ്സ് യെസ്, സജസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് പറ്റിയ മാതിരത്തെ മിസ്റ്റേക്ക് പറ്റരുത്. ഫ്രൈഡ് എഗ് ആഡ് ഓൺ ആണ്. അത് അഡീഷണലി തന്നെ പറയണം. അതുകൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ഓർഡർ ചെയ്താൽ അത് കിട്ടില്ല. ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും സാറ്റിസ്ഫാക്ഷൻ ഒരു കുഴപ്പമില്ല. നീ എന്ത് പറയും? ഇവളിവിടെ ഞാൻ അവളുടെ നിന്ന് കൂടുതൽ എടുത്തു എന്നും പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എൻ്റെ കൂടെ കഴിക്കാൻ വരില്ല അതൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ഇവിടെ. അതെ, അങ്ങനെ തന്നെയാണ് ഗൈസ്. ഫിനിഷിംഗ് ലൈനിലെത്തിയ സൂപ്പർ അല്ലേ? വേർത്ത് പൊളിച്ച് വേർക്കുന്നത് വളരെ അപൂർവമാണ്. എന്തായാലും സംഭവം പൊളി. സൂപ്പർ. എത്ര കൊടുക്കും 10-ൽ റേറ്റിംഗ്? 10-ലൊരു 9 കൊടുക്കും. ഞാൻ 10/10 കൊടുക്കും. എൻ്റെയും ഇപ്പം തീരും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ രാമൻ കഴിച്ചു കഴിഞ്ഞു. വയറ് നിറഞ്ഞ് വേർത്ത് കഴിച്ചിട്ട് വേർത്ത് അത്രയ്ക്കും ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. സൂപ്പറായിരുന്നു, വെർത്തായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 86 ലോട്ടീസായി. ഇത് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 86 ലോട്ടീസായി. പക്ഷേ വേർത്താണെന്നേ പറയുള്ളൂ. വേർത്താണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി. പിന്നെ ആ ബ്രോത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെ, നല്ല നൂഡിൽസ് ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒന്ന് നല്ല ഇച്ചിരി ക്രീമി ആയിട്ടുള്ളത്, പിന്നെ ഒന്ന് ഒരു ബിബിക്യൂ പോലെ ഒരു ബ്രൗൺ കളർ ബ്രോത്ത് ആണ്. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, കിടിലായിരുന്നു. അപ്പൊ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിങ് ചെയ്തിട്ടേക്കാം. ആഗ്രഹമുള്ളവർ വന്ന് ട്രൈ മസ്റ്റ് ട്രൈ ആണെന്ന് ഞങ്ങൾ പറയും. കാരണം ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഫ്രണ്ടും അങ്ങനെ പറഞ്ഞത്, ഇത് അടിപൊളി രാമൻ സ്പോട്ടാണെന്ന്. ബുക്കൊന്നും ചെയ്യണ്ട, വന്നാൽ മതി. സീറ്റ്സ് ഒക്കെ തന്നെ കുറെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ വന്നാൽ ഇവരുടെ ഒരു സ്പെഷ്യൽ രാമൻ, ഞങ്ങളിപ്പോൾ കഴിച്ച ഒരു സ്പെഷ്യൽ രാമൻ ഉണ്ട്. അത് അടിപൊളിയാണ്. അപ്പോൾ പറ്റാവുന്നവർ ഫ്രൈഡേ ഓർ സാറ്റർഡേ വരാൻ നോക്കുക. അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ബൈ പറഞ്ഞ് പോണതിന് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറക്കരുത്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, പിന്നെ നിങ്ങൾ കമൻസ് ഒക്കെ ഇടുക. അപ്പോൾ കുറച്ചുകൂടെ സൂപ്പറായിരിക്കും. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്താൽ നിങ്ങളത് കമൻറ്റ് ഇടുക. ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ പോണവരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും കമന്റ് ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ് ഇടുക. എല്ലാവരുടെയും ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രാമൻ ഫാൻസ് ഉണ്ടെങ്കിൽ മെജോറിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം അത്ര അടിപൊളിയാണ് ഒരു സംഭവം തന്നെയാണ് ഈ രാമൻ. എന്തായാലും ഇഷ്ടപ്പെടും. അതെ, രാമൻ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇവിടെ വരാം. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.